കോർപ്പറേഷൻ ഇലക്ഷന് നിൽക്കാൻ വിസമ്മതിച്ചപ്പോൾ ായിട്ട് എന്നെ പ്രേരിപ്പിച്ച ഒരു ഘടകം എന്ന് പറയുന്നത് മേയറാക്കാമെന്നുള്ള ഒരു ഉറപ്പുണ്ടായിരുന്നു. അത് അങ്ങനെയൊക്കെ വെറും കൗൺസിലറായിട്ടല്ല നിർത്തുന്നത്, മേയർ സ്ഥാനാർത്ഥിയായിട്ടാണ് നിർത്തുന്നത് എന്ന് പറഞ്ഞിരുന്നത് കൊണ്ടാണ് ഞാൻ നിൽക്കാൻ തന്നെ തയ്യാറായത്. അത് ഞാൻ ആ ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ആദ്യം അതായത് തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു അവസരത്തിൽ, പ്രചാരണം നടക്കുന്ന അവസരത്തിലെല്ലാം മേയർ എന്ന നിലയിൽ പല ചർച്ചകളിലും പോയത് മാഡമായിരുന്നു. അപ്പോൾ മത്സരരംഗത്ത് തന്നെ താല്പര്യമില്ലാതിരുന്ന, അല്ലെങ്കിൽ കൗൺസിലറായി മത്സരിക്കാൻ ആഗ്രഹിച്ചിരുന്നതാണോ? അല്ല, ആഗ്രഹിച്ചില്ല. അതിൽ ഞാൻ പറഞ്ഞ, ഞാൻ BJPയുടെ ഒരു ഉപാധ്യക്ഷയാണ് സംസ്ഥാനത്തിൻ്റെ. ഇപ്പോൾ വാർഡിലെ കൗൺസിലർ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രവർത്തിക്കാനായിരുന്നു ഞാൻ ആഗ്രഹിച്ചിരുന്നത്. 10 വാർഡുകളുടെ കൗൺസിലർ സ്ഥാനാർത്ഥികളോടൊപ്പം പ്രവർത്തിച്ച് അവരെ വിജയിപ്പിക്കുക എന്നുള്ളതായിരുന്നു എനിക്ക് തന്നിരുന്ന ആദ്യത്തെ ദൗത്യം. മത്സരിക്കാതെ അവരെ 10 വാർഡുകളിൽ ഞാൻ പ്രവർത്തിക്കുക. അത് കുറേ മീറ്റിംഗ്സ് നടന്നായിരുന്നല്ലോ, ഓൺലൈനായിട്ടും നേരിട്ടുള്ള മീറ്റിംഗ്സിൽ. തിരുവനന്തപുരത്തെ 10 വാർഡുകൾ അവിടെയുള്ള കൗൺസിലർമാരെ ജയിപ്പിക്കുക, അതായിരുന്നു എനിക്ക് കിട്ടിയിരുന്ന ദൗത്യം. പെട്ടെന്നാണ് അത് മത്സരിക്കണം എന്നുള്ളൊരു രീതിയിലോട്ട് വന്നപ്പോൾ എനിക്ക് താല്പര്യമില്ലായിരുന്നു. അങ്ങനെ ആഗ്രഹം, അതായത് മാഡം മത്സരിക്കണമെന്നൊരു ആവശ്യം മുന്നോട്ട് വന്നത് BJP സ്റ്റേറ്റ് ലീഡർഷിപ്പിൽ നിന്ന് തന്നെയല്ലേ? എങ്ങനെയായിരുന്നു ആ ആവശ്യം വന്നത്? സ്റ്റേറ്റ് ലീഡർഷിപ്പ് മാത്രമായിട്ടൊരു തീരുമാനം എടുക്കും എന്ന് എനിക്ക് അറിയില്ല, ആയിരിക്കും. പക്ഷെ എന്നോട് പറഞ്ഞ സ്റ്റേറ്റ് ലീഡർഷിപ്പാണ് എന്നോട് പറഞ്ഞത് അങ്ങനെ ഒരു ആഗ്രഹം. ഒരു കൗൺസിലറായി മാത്രം വന്ന് നഗരസഭയിൽ ഇരിക്കുക, അങ്ങനെ ദൗത്യമായിരുന്നോ പറഞ്ഞിരുന്നത്? നിങ്ങൾക്ക് എന്താ തോന്നുന്നേ, അങ്ങനെ ആയിരുന്നോ? അല്ല, ആയിരുന്നില്ല. അവസരം നിഷേധിച്ചതിന് പിന്നിൽ എന്തെങ്കിലും തരത്തിലുള്ള മറ്റെന്തെങ്കിലും തരത്തിലുള്ള ചർച്ചകളോ അല്ലെങ്കിൽ എന്തെങ്കിലും അട്ടിമറി അങ്ങനെ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ? ഇതിൽ എന്താണ്? ഇല്ല, ഒന്നും അട്ടിമറിയോ അങ്ങനെ ഒന്നും നടന്നിട്ടില്ല. ഇതൊരു കൺസെൻസസിന്റെ പുറത്ത് തന്നെ, ജനറലായിട്ട് ഒരു കൺസെൻസസിന്റെ പുറത്ത് കേന്ദ്ര നേതൃത്വം എന്താണോ പറയുന്നത് അത് അംഗീകരിക്കാം എന്നുള്ള ജയിച്ചു വന്ന 50 കൗൺസിലേഴ്സും കൂടെ എടുത്ത ഒരു തീരുമാനത്തിന്റെ പുറത്ത് കേന്ദ്ര നേതൃത്വം പറഞ്ഞ മേയർ സ്ഥാനാർത്ഥിയും ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥിയും മനസ്സാ അംഗീകരിക്കുകയായിരുന്നു. അത് ഹാപ്പിയായിട്ട് സന്തോഷമായിരുന്നു. മാഡം നയിക്കും എന്നുള്ളതിനെ പിന്തുണച്ചിരുന്നത് എന്തോ? എത്ര കൗൺസിലർമാരുടെ പിന്തുണ ഉണ്ടായിരുന്നു? ആരും പിന്തുണച്ചില്ല. 44 കൗൺസിലേഴ്സും കേന്ദ്ര നേതൃത്വം പറയുന്നതിനോടൊപ്പം നിൽക്കുമെന്ന് പറഞ്ഞതാണ് എന്റെ അറിവ്. അതോടൊപ്പം ഞാനും ചോദിക്കുന്നത്, ഇത് ഫലം വന്നതിന് ശേഷമുള്ള, അതിന് മുമ്പുള്ള പറഞ്ഞാൽ മത്സരിക്കുമ്പോൾ നഗരസഭാ ഭരണം കിട്ടിയാൽ മേയർ സ്ഥാനത്തേക്ക് മാഡത്തിനാണ് പരിഗണിക്കുന്നത് എന്ന് പറഞ്ഞിരുന്നില്ലേ? അതല്ലേ ഞാൻ പറഞ്ഞത് ചേട്ടാ. ഇത് ഒരു കാര്യം തന്നെ വീണ്ടും അതായത് ഇതിന് പരിഹാരമായി താങ്കൾക്ക് പറഞ്ഞു വെച്ചിരുന്ന ഒരു പോസ്റ്റ് നഷ്ടമാകുന്ന സാഹചര്യം, വ്യക്തിപരമായി അതിലൊരു ബുദ്ധിമുട്ട് നേരിടുന്നു. അതിന് എന്തെങ്കിലും തരത്തിലുള്ള പ്രായശ്ചിത്തം ചെയ്യാമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്? എനിക്ക് വ്യക്തിപരമായ ബുദ്ധിമുട്ടില്ല, അതുകൊണ്ട് പ്രായശ്ചിത്തത്തിന്റെ കാര്യം വരുന്നില്ല ഇതിനകത്ത്. ഇതില് ഞാൻ ഈ പാർട്ടിയിലോട്ട് ചേർന്നതിന്റെ ഉദ്ദേശം ശ്രീ നരേന്ദ്രമോദിജി നമ്മുടെ രാജ്യത്തിന് വേണ്ടി, രാഷ്ട്രത്തിന് വേണ്ടി ചെയ്യുന്ന നന്മ കണക്കിലെടുത്ത് മാത്രമാണ്. അത് കേരളത്തില് പുറത്തുള്ള സംസ്ഥാനങ്ങളില് ഇങ്ങനെ വളരെ നന്നായിട്ട് തിളങ്ങി നിൽക്കുമ്പോൾ കേരളം മാത്രം ഇരുട്ടിലോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവാൻ പാടില്ല. കേരളത്തിലും അത് വരണം. ആ ഒരു നന്മ കേരളത്തിലുണ്ടാവണം. കേരളത്തിലെ ജനങ്ങൾക്കും സമൂഹത്തിനും ഭാരതീയ ജനതാ പാർട്ടിയുടെ രാഷ്ട്ര നേതൃത്വം നൽകുന്ന സപ്പോർട്ട് ഇവിടെ കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പാർട്ടിയിൽ ഒരു അംഗത്വം എടുത്തത്. അപ്പോൾ പാർട്ടി പ്രവർത്തിക്കുമ്പോഴും എന്റെ ഉദ്ദേശം അതാണ്, ഇപ്പോഴും എന്റെ ഉദ്ദേശം അതാണ്. അല്ലാതെ ഇത് മാറാനുള്ള കാരണം എന്താണ്? എന്താ വിലയിരുത്തുന്നത് ആ ഒരു പേര് മാറാനുള്ള? കേന്ദ്ര നേതൃത്വത്തിന് തോന്നിയത് കൊണ്ട്. അതായത് ഞാൻ 1.5 വർഷമേ ആയിട്ടുള്ളൂ BJP പാർട്ടിയിൽ വന്നിട്ട്. എനിക്ക് അധികം പരിചയമില്ല, പാർട്ടിയിൽ പ്രവർത്തിച്ച് പരിചയമില്ല. അതേസമയത്ത് പാർട്ടിയിലും കോർപ്പറേഷനിലും പ്രവർത്തിച്ച് 30 വർഷത്തേക്ക് പരിചയമുള്ള പല വ്യക്തികളും ഉള്ളപ്പോൾ അവർക്ക് മുകളിലായിട്ട് പെട്ടെന്ന് എന്നെ പ്രതിഷ്ഠിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്ന പോലും തെറ്റാണ്. അപ്പം അന്ന് എന്നോടത് പറഞ്ഞിട്ടുണ്ടാവും, വേറെ എന്തെങ്കിലും കാരണം കൊണ്ടാവും, അതെനിക്കറിയില്ല. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇതിൽ തൃപ്തിയാണ്. കാരണം ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, എൻ്റെ രാഷ്ട്രീയ പ്രവേശനവും സാമൂഹ്യ സേവനവും ഏറ്റവും താഴത്തെ തട്ടിൽ നിന്ന് തുടങ്ങുന്നതിൽ എനിക്ക് ചാരിതാർത്ഥ്യമുണ്ട്. ഒരു കോർപ്പറേഷനിൽ ജോലി ചെയ്ത് വേണം, ഇവിടുത്തെ കാര്യങ്ങൾ പഠിച്ച് വേണം മുകളിലോട്ട് കയറാൻ എന്നുള്ള ഒരു അവസരം കിട്ടിയതിൽ എനിക്ക് സന്തോഷമായിരുന്നു എന്നെ നിർത്തുമ്പോഴാണ്.